ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ദേവാലയത്തിലേക്കാണ് നാം ഇപ്പോൾ പോകുക. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം പറഞ്ഞു വയ്ക്കുക, ഭാരത ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമാണ് ഇന്നത്തെ തൃശ്ശൂർ ജില്ല. ക്രിസ്തുഷ്യനായ മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശമേറ്റ പുണ്യസ്ഥലങ്ങൾ ഈ ജില്ലയിൽ പെടുന്നുണ്ട്. ശക്തൻ തമ്പുരാൻ മഹാരാജാവാണ് തൃശ്ശൂർ പട്ടണത്തിൻ്റെ ശില്പി. പട്ടണ വികസനത്തിനായി അദ്ദേഹം AD 1794 52 ക്രൈസ്തവ കുടുംബങ്ങളെ സമീപ പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു. തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക വാണിജ്യ കേന്ദ്രമാകാൻ ഇത് സഹായകമായി. 1814 തൃശ്ശൂർ പട്ടണത്തിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയവും ഇടവകയും സ്ഥാപിതമായത്. എന്നാൽ ചരിത്രങ്ങളിൽ ദേവാലയം കത്തോലിക്കർക്ക് നഷ്ടപ്പെട്ടു. അതിനു പകരം പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ പുതിയൊരു ദേവാലയം പണിയുവാൻ തൃശ്ശൂരിലെ കത്തോലിക്കർ ആഗ്രഹിച്ചു. 1925 ഒക്ടോബർ 10 മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി ഇപ്പോഴത്തെ ദേവാലയത്തിന് മുൻപിൽ ഉണ്ടായിരുന്ന സ്കൂൾ കെട്ടിടത്തിൽ താൽക്കാലിക സംവിധാനങ്ങൾ ചെയ്ത് പുതിയ ദേവാലയത്തിന് ആരംഭം കുറിച്ചു. 1929 ഡിസംബർ 21 പുത്തമ്പള്ളിയുടെ ശിലാസ്ഥാപനം നടന്നു. ഗോഥിക് ശിലാ മാതൃകയിലുള്ള ഏഷ്യയിലെ തന്നെ പ്രശസ്തവും വലുതും സുന്ദരവുമായ ഈ ദേവാലയത്തിൻ്റെ ഒന്നാം ഘട്ടം പണി പൂർത്തിയാകുവാൻ 11 വർഷത്തെ തീവ്രമായ പരിശ്രമം വേണ്ടിവന്നു. വ്യാകുല മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം 1940 നവംബർ 24 മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി നിർവഹിച്ചു. 1978 സെപ്റ്റംബർ 17 ഇടവകയായും 1980 ഓഗസ്റ്റ് 1 ഫൊറോനയായും ഈ ദേവാലയത്തിലെ മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് ഉയർത്തി. 1986 ഫെബ്രുവരി 7 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഈ ഇടവക അതിർത്തിയിൽ വെച്ച് നൽകപ്പെട്ട സ്വീകരണം ചരിത്ര സംഭവമായി. 1987 ഓഗസ്റ്റ് 23 തൃശ്ശൂർ അതിരൂപത ശതാബ്ദി സ്മാരകമായി ഈ ദേവാലയത്തിൽ നിത്യാരാധന കർദിനാൾ സൈമൺ ഡി ലൂർദ് സ്വാമി ഉദ്ഘാടനം ചെയ്തു. 1992 ഏപ്രിൽ 25 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തി. ബസിലിക്കയുടെ പ്രതിഷ്ഠാകർമ്മം മേജർ ആർച്ച് ബിഷപ്പ് ആന്റണി പടിയറ 1992 മെയ് 20 നിർവഹിച്ചു. 2001 സെപ്റ്റംബർ 15 അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയെ തീർത്ഥ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2004 ജനുവരി 1 റോമിലെ പൗരസ്ത്യ തിരുസംഘാധ്യക്ഷൻ അത്യുന്നത കർദിനാൾ ഇഗ്നസ് ദാവൂസ് മൂസ ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്ത ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ മാളിക മുറി, അതായത് ബൈബിൾ ടവർ, 2006 ഡിസംബർ 3 ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ മോൺസിഞ്ഞോർ റെവറൻ ഡോക്ടർ പാദ്രോ ലോപ്പസ് ദേവജനത്തിനായി തുറന്നുകൊടുത്തു. ദിനംപ്രതി ഒട്ടനവധി ജനങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുംസാരം എല്ലാ ദിവസവും നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ പുത്തമ്പള്ളി എന്ന് പറയുക. ഒട്ടനവധി വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഈ പള്ളിയുടെ ഉള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പള്ളിയിലെ വിശുദ്ധ കുർബാനയുടെ സമയവും അതുപോലെ തന്നെ നൊവേനയുടെ സമയങ്ങളുമാണ് എഴുതി വച്ചിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.